You are with Chinchu. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ACC ആണ്. സന്ധ്യ സന്ധുവിന്റെ റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ACCയുടെ എക്സംഷൻ, സ്കോപ്പ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ്, സാലറീസ്, എലിജിബിലിറ്റി എല്ലാ കാര്യവും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനൊപ്പം തന്നെ ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദിസ് വീഡിയോ വി വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ACCA versus CA, which is better for you. So let's get started. ACCA, Association of Chartered Certified Accountants. ACCA കുറച്ചുകൂടെ UK ബേസ്ഡ് ആയിട്ട് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഇന്ത്യയിലുള്ളത് ഇന്ത്യൻ CA, അതേപോലെ ACCA ഈസ് ഗ്ലോബലി റെക്കഗ്നൈസ്ഡ്. അതിനെ ഗ്ലോബൽ CA എന്നോ ഇന്റർനാഷണൽ CA എന്നോ പറയാൻ പറ്റും. സോ ACCA എന്ന് പറയുമ്പോൾ അതിനകത്ത് 13 പേപ്പേഴ്സ് ആണ് ടോട്ടലി ഉള്ളത്. പിന്നെ നമ്മുടെ എക്സിസ്റ്റിംഗ് ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നമുക്ക് ധാരാളം എക്സെംഷൻസ് കിട്ടും. എക്സെപ്ഷൻസ് മീൻസ് ആസ് എ പാർട്ട് ഓഫ് ക്രെഡിറ്റ്. എന്താ പറയുക, നമുക്കിപ്പോൾ ഉള്ള ക്വാളിഫിക്കേഷൻ്റെ മെറിറ്റ് വെച്ചിട്ട് നമുക്ക് ധാരാളം ക്രെഡിറ്റ്സ് കിട്ടും. അതിനനുസരിച്ച് റിമൈനിങ് പേപ്പേഴ്സ്, ഈ 13 എന്ന ടോട്ടൽ പേപ്പേഴ്സിൽ നിന്ന് കുറച്ച് വരും. നമുക്ക് കൂടുതൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച്. അപ്പോൾ 12th ഗ്രേഡ് കംപ്ലീറ്റ് ചെയ്തിട്ട് ACCAക്ക് നമ്മൾ എൻറോൾ ചെയ്യുവാണെങ്കിൽ അഗെയിൻ നോ എക്സെപ്ഷൻസ് ആർ ദെയർ. നിങ്ങൾ 13 പേപ്പേഴ്സ് എഴുതിയെടുക്കേണ്ടി വരും. ബട്ട് അതേ സമയത്ത് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആണെങ്കിൽ, അതായത് നമുക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ ACCAക്ക് എൻറോൾ ചെയ്യുവാണെങ്കിൽ അഗൈൻ എക്സെംഷൻസ് കിട്ടും. 13 പേപ്പേഴ്സ് എഴുതണ്ട, 9 പേപ്പേഴ്സ് എഴുതിയെടുത്താൽ മതി. ടോട്ടൽ ടൈം ലൈൻ ഈസ് 2 to 2.5 ഇയേഴ്സ്. അപ്പോൾ ഈ 2 to 2.5 ഇയേഴ്സിനുള്ളിൽ ഈ റിമൈനിങ് 9 പേപ്പേഴ്സ് എഴുതിയെടുക്കണം. അതാണ് ഗ്രാജുവേഷൻ്റെ കേസിൽ. നമ്മൾ ഈ ഡീറ്റെയിൽ ആയിട്ട് ആദ്യമേ എക്സെംഷനെ പറ്റിയാണ് പറയുന്നത്, അത് കഴിഞ്ഞിട്ട് ബാക്കി പറയാം. ഓക്കെ, അതുപോലെ നമ്മൾ ഇന്ത്യൻ CA ചെയ്യുവാണ്. ഇന്ത്യൻ CA IPCC ക്ലിയർഡ് ആണെങ്കിൽ നമുക്കൊരു 6 പേപ്പേഴ്സിൻ്റെ എക്സെംഷൻ കിട്ടും. ബാക്കി റിമൈനിങ് പേപ്പേഴ്സ് എഴുതിയാൽ മതി. അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ടൈം പീരീഡ് 1.5 ഇയേഴ്സ് ആണ്. അതേപോലെ ഇനി ഇന്ത്യൻ CMA കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്ന ഇന്ത്യൻ CMA ക്ലിയർഡ് ആണ്, ഫൈനലും കംപ്ലീറ്റഡ് ആണെങ്കിൽ നമുക്ക് അഗെയിൻ ഒരു 7 പേപ്പേഴ്സിൻ്റെ എക്സെംഷൻ കിട്ടും. ബാക്കി റിമൈനിങ് 6 പേപ്പേഴ്സ് എഴുതിയെടുത്താൽ മതി. അതും ഒരു ടൈം പീരീഡ് നമുക്ക് അലൗഡ് ആയിട്ടുള്ളത് 1.5 ഇയേഴ്സ് ആണ്. ഇനി സപ്പോസ് ഇന്ത്യൻ CA ഫൈനൽ കംപ്ലീറ്റഡ് ആണ്, അതായത് ഇന്ത്യൻ CA കംപ്ലീറ്റഡ് ആണെങ്കിൽ അഗെയിൻ 9 പേപ്പേഴ്സിൻ്റെ എക്സെംഷൻ ഉണ്ട്. 4 പേപ്പേഴ്സ് മാത്രം എഴുതിയെടുത്താൽ മതി. അങ്ങനെ എഴുതിയെടുത്താൽ ACCA കിട്ടും നമുക്ക്. പക്ഷേ ടൈം ലൈൻ ഉണ്ട്, 1 ഇയറിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ചെയ്യണം. ഇനി ഇന്ത്യൻ CAയുടെ തന്നെ ഫൈനൽ സ്റ്റുഡൻ്റ് ആണ്, ഫൈനൽ എഴുതിയിട്ട് കിട്ടിയില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇരിക്കുവാണെങ്കിൽ പോലും അഗെയിൻ 9 പേപ്പേഴ്സിൻ്റെ എക്സെംഷൻ ഉണ്ട്. 4 പേപ്പേഴ്സ് എഴുതിയെടുത്താൽ മതി. 1 ഇയർ ആണ് ടൈം പീരീഡ്. ഇനി CS ഫൈനലിസ്റ്റ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ, CS എന്താണ്, കമ്പനി സെക്രട്ടറി. CS ഫൈനലിസ്റ്റ് സ്റ്റുഡൻ്റ് ആണ്, പേപ്പർ എഴുതിയിട്ട് കിട്ടിയില്ല, പക്ഷേ ഫൈനലിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അഗൈൻ കോസ്റ്റിംഗ്, അക്കൗണ്ടിങ് ആൻഡ് SFM എന്ന പേപ്പേഴ്സിൽ മിനിമം ഒരു 40 മാർക്സിൻ്റെ സ്കോർ ഉണ്ടെങ്കിൽ അവർക്കും ഏകദേശം ഒരു 9 പേപ്പേഴ്സിൻ്റെ എക്സെംഷൻ കിട്ടും. റിമൈനിങ് 4 പേപ്പേഴ്സ് എഴുതിയെടുത്താൽ മതി വിത്തിൻ 1 ഇയർ ഓഫ് ടൈം പീരീഡ്. അഗെയിൻ US CMA ആണ് നിങ്ങൾ ചെയ്തതെങ്കിൽ US CMAക്ക് ഏകദേശം ഒരു 6 പേപ്പേഴ്സിൻ്റെ എക്സെംഷൻ ഉണ്ട്. ബാക്കി റിമൈനിങ് എഴുതിയെടുത്താൽ മതി. പിന്നെ ഞാൻ കുറച്ച് മുന്നേ ഇന്ത്യൻ CMA പറ്റി പറഞ്ഞില്ലായിരുന്നോ, CMA ഫൈനൽ കംപ്ലീറ്റഡ് ആണെങ്കിൽ ആ കേസ് എന്ന് വെച്ചാൽ 5 ഇയേഴ്സിൽ കുറവ് വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അതായത് വർക്ക് എക്സ്പീരിയൻസ് 5 ഇയേഴ്സിൽ കുറവാണെങ്കിൽ ഇന്ത്യൻ CMA കംപ്ലീറ്റഡ് ആണെങ്കിൽ ഉള്ള കേസാണ് ഈ 1.5 ഇയേഴ്സിൽ എഴുതിയെടുക്കണമെന്നുള്ളതും 7 പേപ്പേഴ്സിൻ്റെ എക്സെംഷൻ ഉണ്ട്. ബാക്കി റിമൈനിങ് ചെയ്യണമെന്നുള്ളത്. ഇനി ഇന്ത്യൻ CMAയുടെ കേസിൽ തന്നെ 5 ഇയേഴ്സിൽ കൂടുതൽ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ, 5 ഇയേഴ്സിൽ കൂടുതൽ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ ആ കേസിൽ അഗെയിൻ 9 പേപ്പേഴ്സിന് എക്സെപ്ഷൻ കിട്ടും. ബാക്കി റിമൈനിങ് 4 പേപ്പേഴ്സ് മാത്രം എഴുതിയെടുത്താൽ മതി. ബട്ട് 1 ഇയറിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇത്രയാണ് ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയം. എക്സംഷനെ പറ്റിയുള്ള ഡീറ്റെയിൽ ഒരുപാട് പേരുടെ മൈൻഡിലുള്ള ഒരു ഡൗട്ട് ആയിരിക്കും. ഈ 12th-ലും 11th-ലും ഞാൻ സയൻസ് ആണെങ്കിൽ എടുത്തെങ്കിലോ അല്ലെങ്കിൽ ആർട്സ് ആണെങ്കിലോ ഇതിന് പറ്റും. ഡെഫിനറ്റ്ലി പറ്റും. +1 +2-ൽ നിങ്ങൾ ഒന്നും ഇല്ലാന്നേ ഉള്ളൂ. നിങ്ങൾ 13 പേപ്പേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് എഴുതിയെടുത്താൽ മതി. ACCA ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഇന്ത്യൻ CA എന്ന് പറയുന്ന പോലെ തന്നെ ACCA എന്ന് പറയുമ്പോൾ ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആണ്, ഗ്ലോബൽ CA ആണ്. അതുകൊണ്ട് തന്നെ മോർ ദാൻ 180 കൺട്രീസിലാണ് ഇത് റെക്കഗ്നൈസ്ഡ് ആണ്. നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇറ്റ്സ് എ വണ്ടർഫുൾ കോഴ്സ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഡസ് നോട്ട് ഗ്യാരണ്ടി എ ജോബ് എനിവെയർ, നോട്ട് ഇൻ ഇന്ത്യ, നോട്ട് ഇൻ UK. എല്ലാ കോഴ്സസിനും അതിൻ്റെതായ മെറിറ്റ്സ് ഉണ്ട്, ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ബട്ട് ഇറ്റ്സ് അപ് ടു us ടു ഹൗ ഫാർ വി ടേക്ക് ഇറ്റ്. നമ്മൾ അത് എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ ഇന്ന കോഴ്സ് ഞാൻ ചെയ്തുകൊണ്ട് എനിക്ക് കമ്പൽസറി ആയിട്ട് ജോബ് കിട്ടും എന്നുള്ള ഒരു ഗ്യാരണ്ടി നമുക്ക് ഒരു കോഴ്സിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് സംതിങ് ഐ വോണ്ട് മേക്ക് ഇറ്റ് വെരി വെരി ക്ലിയർ. പിന്നെ ഇത് ഈ ACCA എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ UK ബേസ്ഡ് ആയിട്ടുള്ള UK CA എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്നിട്ട് പോലും ACCA കംപ്ലീറ്റ് ചെയ്തിട്ട് UK ചെന്നാൽ ഉടനെ ജോബ് കിട്ടുമെന്നുള്ള ഒരു ഗ്യാരണ്ടി ഇല്ല. UK പോയി ജോബ് കിട്ടണമെങ്കിൽ ACCA കംപ്ലീറ്റഡ് സ്റ്റുഡൻ്റ് ആണ്, UK ആണ് പ്ലാൻ എങ്കിൽ വിസ ക്ലിയറൻസ് വേണം. സെക്കൻഡ് തിങ് ഈസ് നമ്മൾ അവിടെ ഏതെങ്കിലും ഒരു കമ്പനി നമ്മളെ സ്പോൺസർ ചെയ്യണം. തേർഡ് തിങ് ഈസ് അവിടെ സ്വന്തമായിട്ട് നമ്മൾ ജോബ് കണ്ടുപിടിക്കണം. ഈ 3 കണ്ടീഷൻസ് UKയുടെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്തിരിക്കണം.
അപ്പം ഇത്രയൊക്കെയാണ് ഒരു റഫ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഇത് കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കുറേ കാര്യങ്ങളൂടെ പറയാം. ACCA എന്ന് പറയുമ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞു 13 പേപ്പേഴ്സ് ആണുള്ളത്. ഇത് ഒരു വർഷം 4 അറ്റംപ്റ്റ് ഉണ്ട്. 3 മാസം കൂടിയിരുന്ന് എക്സാംസ് വരും. ഒരു അറ്റംപ്റ്റ് നമുക്ക് എഴുതിയിട്ട് നമുക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞ് വീണ്ടും ഒരു വർഷം മൊത്തത്തിൽ ഇരിക്കുകയോ 6 months ലോങ് ഗ്യാപ്പ് ഒന്നും വരുന്നില്ല. എല്ലാ 3 months കൂടിയിരുന്നു എക്സാംസ് വരും. പിന്നെ ഇതിന്റെ ഫ്ലെക്സിബിലിറ്റി ഓഫ് എക്സാംസ് വളരെ കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ ACCA ഇന്ത്യൻ സിയോട് കമ്പയർ ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം ഇന്ത്യൻ സിയേക്കാൾ കുറച്ചൊരു ശകലം എ ബിറ്റ് ഈസിയർ ആണെന്ന് ACCA വേണമെങ്കിൽ പറയാം. ഇന്ത്യൻ സിയെ കുറച്ചുകൂടി ടഫർ ആണെന്ന് പറയാം. അത് പല ആസ്പെക്ട് ബേസ്ഡ് ആണ് ഞാൻ പറയുന്നത്. ആ ആസ്പെക്ട്സ് എന്തൊക്കെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, ഇന്ത്യൻ സിയുടെ കേസിൽ എങ്ങനെ ഇന്റർമീഡിയറ്റ് ആണെങ്കിലും CA ഫൈനൽ ആണെങ്കിലും നമ്മൾ സപ്പോസ് ബോത്ത് ഗ്രൂപ്പ്സിന് വേണ്ടി രജിസ്റ്റർ ചെയ്ത് ബോത്ത് ഗ്രൂപ്പ്സ് ആണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അറ്റ് എ സ്ട്രെച്ച് ഒരുമിച്ച് 8 പേപ്പറും എഴുതിയെടുക്കേണ്ടി വരും. അവിടെ ഒരു ഫ്ലെക്സിബിലിറ്റി എക്സാം ഇല്ല. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ഈസ് ദാറ്റ്. പക്ഷേ ACCയുടെ കേസിൽ കംപ്ലീറ്റ് ഫ്ലെക്സിബിലിറ്റി ആണ്, ഹ്യൂജ് ഫ്ലെക്സിബിലിറ്റി ആണ് പേപ്പേഴ്സിന്റെ കേസിൽ. അറ്റ് എ ടൈം 1 പേപ്പർ വെച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്ത് എഴുതാൻ പറ്റും. ഓരോ സമയത്തും ഓരോ പേപ്പർ നമ്മുടെ കംഫർട്ട് അനുസരിച്ച് ഓരോ പേപ്പർ ഇൻഡിവിജ്വലി പ്രിപ്പയർ ചെയ്ത് എഴുതാൻ പറ്റും. നമ്മൾ ചൂസ് ചെയ്യാൻ പറ്റും. എല്ലാം ഞാൻ പറഞ്ഞ പോലെ തന്നെ 3 months കൂടിയിരുന്ന എക്സാംസ് പറ്റും. പക്ഷേ ഇന്ത്യൻ CAയുടെ കേസിൽ എങ്ങനെയാണ് ഒരു വർഷം 2 ടൈംസ് മാത്രമുള്ള എക്സാംസ് വരുന്ന 6 months കൂടിയിരുന്ന എക്സാം വരും. അപ്പോൾ ഒരു അറ്റംപ്റ്റ് പോയാൽ വീണ്ടും ഒരു 6 months വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ അത്രയും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഇവിടെ ഇൻഡിവിജ്വൽ പേപ്പർ, ഇൻഡിവിജ്വൽ സബ്ജക്ട് നമുക്ക് ചൂസ് ചെയ്ത് പ്രിപ്പയർ ആവുന്ന അനുസരിച്ച് നമുക്ക് ഇൻഡിവിജ്വലി എഴുതിയെടുക്കാൻ പറ്റും. ഒബ്വിയസ്ലി അത് കാരണം നമുക്ക് പേപ്പേഴ്സ് കുറച്ച് സിംപ്ലർ ആയിരിക്കും. കാരണം ഇന്ത്യൻ സിയുടെ കേസ് 8 പേപ്പേഴ്സ് ഒക്കെ ഒറ്റയടിക്ക് ബോത്ത് ഗ്രൂപ്പ്സ് എഴുതാൻ മീൻസ് എല്ലാ പേപ്പേഴ്സും ഒരേപോലെ പഠിക്കണം, ഒരേപോലെ പ്രിപ്പയർഡ് ആവണം. അത് കാരണം തന്നെ ആ കോഴ്സ് കുറെ കൂടെ ടഫർ ആകും. ഒന്നത്. സെക്കൻഡ് തിങ് ഈസ് ഇന്ത്യൻ സിയുടെ കേസിലും ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് നമ്മൾ എഴുതി 3 പേപ്പേഴ്സ് കിട്ടി, ഒരു പേപ്പർ പോവുകയാണെങ്കിൽ ആ എൻറ്റയർ ഗ്രൂപ്പ് നമ്മൾ ഫെയിൽ ആവും. ആ എൻറ്റയർ ഗ്രൂപ്പ് നമുക്ക് വീണ്ടും എഴുതിയെടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ തന്നെ എന്താണ്, ഇറ്റ്സ് എ സ്ട്രഗിൾ. നമുക്ക് കിട്ടിയ പേപ്പർ തന്നെ വീണ്ടും എഴുതേണ്ടി വരും. അൺലെസ് ആൻഡ് അണ്ടിൽ യു ഹാവ് ആൻ എക്സംഷൻ ഫോർ 1 or more പേപ്പേഴ്സ് ഓഫ് ദോസ് പർട്ടിക്കുലർ 3 groups, 3 subjects. അല്ലെങ്കിൽ എക്സംഷൻ ഇല്ലാത്ത ഒരു സ്ഥിതിയിൽ ആ എൻറ്റയർ ഗ്രൂപ്പ് നമുക്ക് വീണ്ടും എഴുതിയെടുക്കേണ്ടി വരും. പക്ഷേ ACCയുടെ കേസിൽ അങ്ങനല്ല. ACCയുടെ കേസിൽ ഈവൻ ഇഫ് നമ്മൾ 4 പേപ്പേഴ്സ് എഴുതിയിട്ട് ഈവൻ ഇഫ് വി ഫെയിൽഡ് ഇൻ 1 of them, ബാക്കി 3 പേപ്പേഴ്സ് നമുക്ക് കിട്ടിയത് നമ്മുടെ കയ്യിൽ നിന്ന് പോകത്തില്ല. ആ തോറ്റ പേപ്പർ അല്ലെങ്കിൽ ഫെയിലായ ആ പേപ്പർ മാത്രം നമ്മൾ റിപ്പീറ്റ് എഴുതിയെടുത്താൽ മതി. ദാറ്റ്സ് ആൻ അഡ്വാൻറ്റേജ് ഡിയർ. ഓക്കെ, ഇത്രയാണ് ഇതിന്റെ രണ്ടും കമ്പാരിസൺ ആയിട്ട് പറയുന്നത്. വേറൊരു കാര്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം സൈനിങ് അതോറിറ്റി ആണെങ്കിൽ ഇപ്പൊ ഇന്ത്യയിൽ നമുക്ക് സൈനിങ് അതോറിറ്റി, സൈനിങ് പാർട്ട്നേഴ്സ് ഒക്കെ ആവണമെങ്കിൽ ഇന്ത്യൻ CA ഈസ് നെസസറി. അതേപോലെ UK നമുക്ക് സൈനിങ് പവർ വേണമെങ്കിൽ, സൈനിങ് അതോറിറ്റി വേണമെങ്കിൽ UK ACCA വുഡ് ബി നെസസറി. പിന്നെ പല ആസ്പെക്റ്റിലും ഇഫ് യു ആസ്ക് മീ ഇന്ത്യൻ CMA ആണോ ബെറ്റർ ഓർ ACCA ആണോ ബെറ്റർ ഉള്ളൊരു ക്വസ്റ്റ്യൻ അറൈസ് ചെയ്യുവാണെങ്കിൽ പല രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇന്ത്യയിൽ തന്നെ നിങ്ങളുടെ പ്ലാൻ എന്താണ്, നിങ്ങളുടെ പ്രൊഫൈൽ എന്താണ് കൂടുതൽ സ്യൂട്ട് ആവുന്നത്, ആ ഒരു ബേസിസിലാണ്. ഒരു കോഴ്സ് മറ്റൊരു കോഴ്സിനെ കാട്ടി ബെറ്റർ എന്നോ വേഴ്സർ എന്നോ പറയാനില്ല. നമ്മുടെ പ്രൊഫൈലിലും നമ്മുടെ ഓപ്പർച്യൂണിറ്റീസും നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് ഏതാണ് ഏറ്റവും ബെറ്റർ എന്നുള്ള കാര്യം. ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങളുടെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ ഇന്ത്യയിൽ തന്നെ നിൽക്കാനാണ്, വെളിയിലോട്ടൊന്നും പോകാൻ താല്പര്യമൊന്നുമില്ല, വലിയ മെട്രോ സിറ്റീസിലോ റീജിയൻസിലോ ഒന്നും പോകാൻ ഐഡിയാസ് ഒന്നുമില്ല. പ്ലാൻ ഇന്ത്യയിൽ തന്നെ നിൽക്കാനും കുറച്ചുകൂടെ ടാക്സ് ബേസ്ഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യാനാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ ഇന്ത്യൻ CA ഈസ് എ ബെറ്റർ ചോയ്സ്. കാരണം ACCAയിൽ ഞാൻ പറഞ്ഞ പോലെ ഇന്റർനാഷണൽ ടാക്സേഷനെ പറ്റിയാണ് കൂടുതലായിട്ട് പഠിക്കുന്നത്. അതിന്റെ വലിയ യൂസ് ഇവിടെ കാണത്തില്ല. പിന്നെ ACCA പഠിക്കുകയാണെങ്കിൽ അത് IFRS ബേസ്ഡ് ആണ്, ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ്. അത് ഏറ്റവും കൂടുതൽ അപ്ഡേറ്റഡ് ആയിട്ട് വരുന്ന ACCAയിലാണ്. അതുകൊണ്ട് തന്നെ MNCസിലൊക്കെ ചെല്ലുമ്പോൾ നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരും. തിരിച്ച് മീൻസ് നിങ്ങൾ ACCA കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണ്, ഇന്ത്യൻ CA ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എക്സംഷൻസ് ഒന്നുമില്ല. നമ്മൾ ജോബ് ചെയ്യുന്നത് ഓഡിറ്റിംഗ് ബേസ്ഡ് ആണ്, ഓഡിറ്റിംഗ് ഫീൽഡ് ബേസ്ഡ് ജോബാണ് നമ്മൾ ACCA കംപ്ലീറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതെങ്കിൽ ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ കൺട്രോളർ ആയിട്ടൊക്കെയാണ് നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരിക. പിന്നെ MNCസിന്റെ കേസിൽ പറയുകയാണെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനീസ് വിച്ച് ഈസ് MNCs ആണെങ്കിലോ ബിഗ് 4 ആണെങ്കിലോ ഇൻവെസ്റ്റ്മെന്റ് ബേസ്ഡ് ബാങ്കിങ് കമ്പനീസ് ആണെങ്കിലോ ഇവിടെയൊക്കെ ACCA ആണെങ്കിലും ഇന്ത്യൻ CA ആണെങ്കിലും ഏകദേശം ഓൾമോസ്റ്റ് ഈക്വൽ തന്നെയാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല ഇൻ ടേംസ് ഓഫ് ദ പോസ്റ്റ് ദേ ക്യാരി ഓർ ദ സാലറി സ്കെയിൽ. പിന്നെ പേഴ്സണൽ ആയിട്ട് പറയുകയാണ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്ങിന്റെ കേസിൽ ഇന്ത്യൻ CAയേക്കാൾ ഒരു സ്ലൈറ്റ്ലി ഇച്ചിരൂടെ പ്രിഫർ ചില കേസസിലൊക്കെ ACCA ചെയ്യും. അല്ലാതെ ഇതെല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വാസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ. ഓൾമോസ്റ്റ് എല്ലാ പോയിന്റ്സും കവർ ചെയ്തെന്ന് തോന്നുന്നു. എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ ഡൗട്ട്സോ എല്ലാം ഉണ്ടെങ്കിൽ ഡ്രോപ്പ് ഇറ്റ് ഡൗൺ ഇൻ ദ കമന്റ് സെക്ഷൻ. Don't forget to subscribe my channel, and for more such informative videos click that bell icon too. Till next time, take care, bye bye.